ഇത് പാർട്ട് 2 വീഡിയോ ആണ്. അടുത്ത കാണിച്ചിരിക്കുന്നത് ഇതിൽ കാണുന്ന സ്ലീവിൻ്റെ ഇതിൽ വരച്ചിരിക്കുന്ന ഓരോ ലൈനുണ്ട്. ആ ലൈനിൽ കൂടി നമ്മൾ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കട്ട് ബീഡാണ്. കട്ട് ബീഡ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വൈറ്റ് ബീഡും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഓരോ ബീഡെടുത്ത് അതേപോലെ നടുവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ സ്റ്റിച്ചിന് ഓരോ ബീഡിനും നമ്മൾ ഒരു ലോക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീഡുകളായി പോവാതിരിക്കും. സ്ലീവിൽ ലൈൻ വെച്ച് തച്ചതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ബീഡ്സൊന്നും ഇളകി പോവാതെ നല്ല ഉറച്ചിരിക്കും. പിന്നെ ഓരോ ബീഡ്സിന് കട്ട് ബീഡ് 10 ബീഡ് വെച്ചാണ് 10 ബീഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വൈറ്റ് ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ ബീഡും വരച്ചിരിക്കുന്ന ലൈൻ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തതായി ചെയ്തിരിക്കുന്നതാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവിൻ്റെ താഴെ അറ്റത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഓരോ സിൽക്ക് ത്രെഡ് വെച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ചായിട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത ഒരു ലൈനും കൂടെ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം അത് നമ്മുടെ സ്ലീവിൻ്റെ എന്താണെന്ന് പറയണത് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന രീതി നേരത്തെയുള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കയറി നോക്കിയാൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അടുത്ത ഇതേപോലെ തന്നെ വീണ്ടും നമ്മൾ ബീഡ്സ് വെച്ച് ഓരോ ലൈനിൽ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ ഇങ്ങനെ 2 ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ നടുക്കൂടെ എടുത്തിട്ട് നമ്മൾ
നീഡിൽ കടത്തി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബീഡ് ഇളകി പോവാതെ കിട്ടുകയും ചെയ്യും. അതുപോലെ കറക്റ്റ് ബീഡ് അടുക്കടുക്കായിട്ട് ആരി വർക്ക് ചെയ്യുമ്പോഴുള്ള രീതിയിൽ കിട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഭാഗത്തായത് സ്ലീവിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു 3 ബീഡ് എടുത്തതിന് ശേഷം അതിൽ ത്രെഡ് എന്ന് പറയണത് ബാക്ക് 2 ബീഡിൻ്റെ ഇടയിൽ കൂടി ത്രെഡ് കടത്തിയെടുത്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെയ്യുന്ന ഹാൻഡ്സ് വർക്ക് രണ്ടിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തുമ്പിൽ നമ്മളൊരു റെഡ് കളർ ബീഡാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഹാൻഡ്സ് വർക്കായിട്ട് ഒരു നല്ല വർക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ബൈ, താങ്ക് യു.